ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിഗംഭീരമായ സംഭവ ബഹുലമായ 3-ാം ദിവസം അവസാനിച്ചിരിക്കണം എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വളരെ ബോറിംഗ് എപ്പിസോഡായിരുന്നു. എന്തൊക്കെ ടാസ്കുകളാണ് കൊടുക്കുന്നതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ബിഗ് ബോസിന് തന്നെ ഒരു ഐഡിയ ഇല്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് നേരത്തെ പ്രോമിസ് ചെയ്ത് എന്തായിരുന്നു, അംഗൻവാടി ടാസ്കുകളൊന്നും ഇത്തവണ ഉണ്ടാവത്തില്ല, ഇത്തവണ കൊടുക്കുന്നതെല്ലാം നല്ല ഹൈ ക്വാളിറ്റി ടാസ്കുകളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ കൊടുക്കുന്നതും എനിക്ക് തോന്നുന്നത് അംഗൻവാടി ടാസ്കുകൾ തന്നെയാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതോടൊപ്പം തന്നെ രേണു സുധിയെ അക്ബർ വിളിച്ചത് ശരിയായോ? സെപ്റ്റിക് ടാങ്ക് എന്നാണ് അക്ബർ രേണു സുധിയെ വിളിച്ചത്. അതും വളരെ നിസ്സാരമായി കളിതമാശയായി കാണേണ്ടിയിരുന്ന ഒരു ടാസ്കിൽ അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. അതോടൊപ്പം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇന്നത്തെ ടാസ്ക് തുടങ്ങുന്നത് തന്നെ നമ്മുടെ നെവിനെ കാണിച്ചുകൊണ്ടായിരുന്നു. നെവിനെ കാണിക്കുന്നത് ആക്ച്വലി ഇപ്പോഴും നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിനു മുമ്പത്തെ ആ ഒരു കണ്ടിന്യൂഷൻ ടാസ്ക് നടക്കുകയാണ്. അതായത് ഇവരുടെ ഡ്രസ്സുകളും ഇവരുടെ കംപ്ലീറ്റ് ഐറ്റംസും ബിഗ് ബോസ് ഇപ്പോഴും വാങ്ങി വെച്ചിരിക്കുകയാണ്, പണിപ്പുരയിൽ വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. മറ്റേ ബാൻഡ്, സ്റ്റാർ ബാൻഡുള്ള അവർക്ക് മാത്രമാണ് ഇപ്പോഴും ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത്. അതല്ലാത്ത ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും നിലവിൽ ബിഗ് ബോസ് കൊടുക്കുന്ന ഡ്രസ്സ് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും അറിയാവുന്നതാണ്, ജസ്റ്റ് ഒരു റിമൈൻഡറിന് വേണ്ടി പറഞ്ഞതാണ്. സോ നിലവിൽ ആര്യൻ്റെ കയ്യിലൊക്കെയായിരുന്നു ഇതിരിക്കുന്നത്. ആര്യൻ ഗിസയില് പിന്നെ മറ്റൊരാളുടെ പേര് ഞാൻ വിട്ടുപോയി, ആലോചിച്ചിട്ട് പിന്നെ പറയാം. എന്തായാലും ആര്യൻ്റെ കയ്യിൽ നിന്ന് നെവിൻ ഇത് അടിച്ചെടുത്തു. ഓക്കെ, ആര്യൻ്റെ കയ്യിൽ നിന്ന് നെവിൻ ഇത് അടിച്ചെടുത്തു. എന്നിട്ട് ആര്യൻ കൊണ്ടുവന്ന് ബിഗ് ബോസിനെ കാണിച്ചിട്ട് ഈ മേക്കപ്പ് ചെയ്യുന്ന ആ ഏരിയയിലുള്ള മറ്റു ചെടികൾ വെക്കുന്ന ആ സ്ഥലത്ത് അകത്തുണ്ടായിട്ട് നെവിൻ വെച്ചു. നെവിൻ ഇതിൻ്റെ ഇടയിലുള്ള സൈഡിലുള്ള നല്ല പണി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മറ്റേ ടാസ്കിൽ അടുത്ത് വരുന്നൊരു ടാസ്കിൽ നെവിൻ ഇതുകൊണ്ടൊക്കെ പണി കൊടുക്കുന്നുണ്ട്. എന്തായാലും അതായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിൽ ആദ്യം കാണിക്കുന്നത്. നെവിൻ ഇത്തരത്തിലുള്ള സാധനം അടിച്ചു മാറ്റി കൊണ്ടുവയ്ക്കുന്നത്. കാരണം നെവിന് കിട്ടുന്ന ഡ്രസ്സെല്ലാം വളരെ ബാഡായിട്ടുള്ള ഡ്രസ്സാണ്. അറിയാലോ, നെവിൻ കൊറിയോഗ്രാഫറാണ്, അതോടൊപ്പം തന്നെ ഫാഷൻ ഡിസൈനറാണ്. സോ ഫാഷൻ ഡിസൈനർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എത്രത്തോളം ഡ്രസ്സിനോടൊരു ഫാഷൻ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. സോ ഇന്നത്തെ ഡേ തുടങ്ങുന്ന ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഓമന പേര് എന്ന് പറയുന്ന ഒരു ടാസ്കിലായിരുന്നു. അതായത് നിങ്ങൾക്ക് കണ്ടസ്റ്റൻസിന് ഇഷ്ടപ്പെട്ട 2 പേരെ സെലക്ട് ചെയ്യണം. അതായത് ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് ഒരു നല്ല പേരും ഇഷ്ടപ്പെടാത്ത ഒരാളെയും സെലക്ട് ചെയ്യണം. ഇഷ്ടപ്പെടുന്ന ഒരാളെയും ഇഷ്ടപ്പെടാത്ത ഒരാളെയും. സോ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നല്ലൊരു നിക് നെയിമും ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് വേറൊരു നിക് നെയിമും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഇതൊരു ഫണ്ണി എലമെന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് കണക്ക് ഒരു മോർണിംഗ് ടാസ്ക് ആയിട്ട് കൊടുത്തതായിരുന്നു ബിഗ് ബോസ്. പക്ഷേ പല കണ്ടസ്റ്റൻസിനും ശത്രുതയുള്ള കണ്ടസ്റ്റൻസിനോട് വളരെ ബാഡ് ആയിട്ടുള്ള പേരുകളായിരുന്നു ഉപയോഗിച്ചത്. അതിൽ ഏറ്റവും ബാഡായിട്ട് ഉപയോഗിച്ചത് അക്ബർ ആയിരുന്നു. അക്ബർ ഉപയോഗിച്ച പേര് രേണുവിനെതിരെയായിരുന്നു. സെപ്റ്റിക് ടാങ്ക് എന്നുള്ള വാക്കായിരുന്നു ഉപയോഗിച്ചത്. രേണുവിനെ വിളിച്ചത് സെപ്റ്റിക് ടാങ്ക് എന്നുള്ളത്. എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും, എത്ര ബാഡായിട്ടുള്ള എത്ര ചീപ്പായിട്ടുള്ള ഒരു വാക്കാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ ലെവലിലേക്കൊന്നും അക്ബർ പോകാൻ പാടില്ലായിരുന്നു. യെസ്, രേണു സുധി പുറത്ത് നമുക്ക് അറിയാം എങ്ങനെയൊക്കെ പല രീതിയിലുള്ള ടോക്സിക് പ്രവൃത്തികളും ചെയ്തിട്ടുണ്ടെന്നും ആ വീട് വെക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ എടുത്ത് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണെന്നും അത് ആക്ച്വലി രേണു സുധി 2 ദിവസത്തിന് മുമ്പേ അതോ ഇന്നലെ കണ്ട പറയുന്നുണ്ടായിരുന്നു. മറ്റു കണ്ടസ്റ്റൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനായിരുന്നു വീട് വെച്ചിട്ട് അതും മറ്റുള്ളവർ വച്ചു കൊടുത്തതിന് ശേഷം അവരെ വിളിച്ച് ഇത് കംപ്ലൈൻറ്റ് ചെയ്യുന്നതും അവർക്കെതിരെ പബ്ലിക്കായിട്ട്, നിങ്ങൾക്കറിയാലോ സോഷ്യൽ മീഡിയയിൽ നടന്ന സംഭവം, അവർക്കെതിരെ പബ്ലിക്കായിട്ട് പറയുന്നതും അവർ കാരുണ്യ പ്രവർത്തനം മറ്റോ നടത്തുന്നവരുന്നു. അവർ അതിനുശേഷം വന്നിട്ട് ഇനി ഒരിക്കലും നമ്മൾ വീട് വെച്ച് ആർക്കും ഇത്തരത്തിലുള്ള ഹെൽപ്പുകളൊന്നും അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ചെയ്തത് ശരിയാണോ എന്ന് ഇന്നലെ ചോദിക്കുന്നുണ്ടായിരുന്നു കണ്ടസ്റ്റൻസ് എല്ലാം രേണുവിനോട്. പക്ഷേ ലൈവിലാണ്, അത് ടി വിയിൽ എനിക്ക് തോന്നുന്നു കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ രേണു പറയുന്നു, അപ്പോഴും രേണു ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു അരിഹാരം കഴിക്കുന്ന ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. എനിവേസ്, അപ്പാർട്ട് ഫ്രം ദാറ്റ് അപ്പം ഇത്തരത്തിലുള്ള പ്രവൃത്തികളും പല കാര്യങ്ങളും രേണു സുധി വെളിയിൽ കാണിച്ചിട്ടുണ്ട്. വിയോജിപ്പുകളുള്ള പല ആൾക്കാർക്കും ഉണ്ട്, യോജിക്കുന്നവരും പല ആൾക്കാരും ഉണ്ട്. അതിനെ നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ ഹൗസിനകത്ത് വന്നിട്ട് വലിയ ടോക്സിക് പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും ഇതുവരെ രേണു മിണ്ടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ. രേണു മിണ്ടുന്നില്ല. രേണുവിൽ നിന്നൊക്കെ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്നു. രേണു മിണ്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പരാതി. പക്ഷേ അക്ബർ എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്, ഈ അക്ബർ ആണെങ്കിലും അപ്പാനി ശരത്താണെങ്കിലും ഇത്തരത്തിലുള്ള കുറച്ച് ആൾക്കാർ രേണു സുധി ആദ്യമേ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് വെളിയിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇവർക്ക് അതിനെ കിട്ടുന്നുമില്ല, അറ്റാക്ക് ചെയ്യാനുള്ള അവസരവും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. പകരം ചൊറിയാൻ കിട്ടുന്നത് അനീഷാണ്. അതായത് പഠിച്ചു വന്ന സിലബസ് മാറിപ്പോയി. ഞാൻ ഇന്നലെ പറഞ്ഞത്, പഠിച്ചു വന്ന സിലബസ് മാറിപ്പോയി. അനീഷായിരുന്നു പെട്ടത്. അപ്പോൾ ഇവർ ആകെ മൊത്തത്തിൽ ഒന്ന് പാനിക്കായി. പക്ഷെ ഇപ്പോൾ അനീഷ് നന്നായിട്ട് അവർ മാനേജ് ചെയ്യുന്നുണ്ട്. അനീഷ് നല്ല രീതിയിൽ തിരിച്ച് മറുപടി കൊടുക്കുകയും ചെയ്യുന്നു. ഒരു റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ തിരിച്ച് നല്ല മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എനിവേസ്, കം ടു ദ മാറ്റർ. പക്ഷെ അക്ബർ എന്തായാലും ഇത്തരം ഒരു വിളിച്ചത്, സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് വളരെ വളരെ മോശമായി പോയി.
പക്ഷേ അതിനുശേഷം തൊട്ടടുത്ത് തന്നെ രേണു സുധിക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. രേണു സുധി വന്ന് വിളിച്ചത് അക്ബറിനെ വിളിച്ചത് വേട്ടപ്പട്ടി എന്നായിരുന്നു വിളിച്ചത്. തീർച്ചയായിട്ടും ദേഷ്യം ഉണ്ടാകും, ആർക്കായാലും, ഞാനാണെങ്കിലും നമുക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും തീർച്ചയായിട്ടും ദേഷ്യം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു പേര് വിളിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അക്സെപ്റ്റബിൾ ആണ്. അങ്ങനെ അതവിടെ കഴിഞ്ഞു. അതിനുശേഷവും രേണു അകത്ത് പോയതിനു ശേഷം ഞാനൊരു അമ്മയാണ്, ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു കൊച്ചിൻ്റെ അമ്മയാണ്, ക്ഷമിക്കണം, ഞാനൊരു അങ്ങനെ കുറേ ഡയലോഗുകൾ പറയുന്നുണ്ട്. അതായത് സിംപ്ലി ക്ലിയർലി പറഞ്ഞു കഴിഞ്ഞാൽ വിമൻ കാർഡ് ഇറക്കുക എന്ന് പറയത്തില്ലേ, അതായത് സ്ത്രീയാണ്, അമ്മയാണ്, മറ്റതാണ്, മറിച്ചാണ്, ഒരു സ്ത്രീ കാർഡ് ഇറക്കിയെടുത്ത് അത് പ്രേക്ഷകരിലേക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോഴും മുതൽ ഉച്ച വരെ പുള്ളിക്കാരി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, എന്നെ അങ്ങനെ പറയാൻ പാടുള്ളൂ, എന്നെ അങ്ങനെ പറയാൻ പാടുള്ളൂ, ഒരു സിമ്പതി ഉപയോഗിക്കുന്നത്. പക്ഷെ അത് റോങ് ആണ്, അങ്ങനെ പോകാൻ പാടില്ല. തെറ്റ് തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. പക്ഷെ ഇത്തരത്തിൽ പോയി വിമൻ കാർഡ് ഉപയോഗിച്ച് പറയുന്നതിനോട് യോജിപ്പില്ല. അത് നമുക്ക് ഇന്നത്തെ ഈ പരിഷ്കൃത സമൂഹത്തിൽ ചേർന്നൊരു പരിപാടിയല്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അതോടൊപ്പം തന്നെ ആ ടാസ്കിലേക്ക് തന്നെ വിരിച്ചു കഴിഞ്ഞാൽ ഈ 2 മാറ്റർ ആയിരുന്നു ആ ടാസ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. ആ ടാസ്കിൽ ഏറ്റവും കൂടുതൽ പേര് ബാഡായിട്ട് സെലക്ട് ചെയ്തത്, ആർക്കും ഇഷ്ടമല്ലാത്തവരായിട്ട് സെലക്ട് ചെയ്തത് അനീഷിനെ ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് സെലക്ട് ചെയ്തത് അനുവിനെയും അതോടൊപ്പം തന്നെ ആദിലെയും നൂറയും കൂടെയാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അനീഷിനെ അവർ സെലക്ട് ചെയ്തതിൽ ഏറ്റവും ബാഡായിട്ടുള്ള ഒരു പേര് സെലക്ട് ചെയ്യാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനീഷ് സെലക്ട് ചെയ്തത് മുള്ളംപന്നി എന്നായിരുന്നു. മുള്ളംപന്നി നിന്ന് ഇട്ടത് ശരത്താണ് ആക്ച്വലി ഇട്ടത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അനുവിന് ഇഷ്ടപ്പെട്ട പേരായിട്ട് സെലക്ട് ചെയ്തത് പാവക്കുട്ടിന്നും, അതിപ്പോൾ ആദിലെയും നൂറയുമായിട്ട് ഇഷ്ടപ്പെട്ടത് പൂമ്പാറ്റ എന്നുള്ളത്. ഇത് വലിയ ടാസ്ക് ഒന്നും അല്ല, ഇതൊക്കെ മോർണിംഗ് ടാസ്ക് BB+ലൊക്കെ കാണിച്ച് വിടേണ്ട ഒരു ടാസ്ക് ആയിരുന്നു. പക്ഷേ മറ്റേ സെപ്റ്റിക് ടാങ്കിൻ്റെയും വേട്ടപ്പട്ടിയുടെയും ആ ഒരു മാറ്റർ വന്നതുകൊണ്ട് മാത്രമാണ് മെയിൻ സ്റ്റേജിലേക്ക് ഇത് വന്നത്, അല്ലെങ്കിൽ മെയിൻ എപ്പിസോഡിലേക്ക് ഇത് വന്നത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ കാര്യം രേണു. അത് കഴിഞ്ഞതിന് ശേഷം രേണു അകത്ത് പോയി കിടന്ന് കരഞ്ഞില്ല, എല്ലാവരോടും പോയി വിഷമം പറയുന്നു, എല്ലാവരോടും കിടന്ന് പോയി സംസാരിച്ചുകൊണ്ടേ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അക്ബറും ശരത്തും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ബറും ശരത്തും കൂടി അവർ ഗെയിം പ്ലാനിങ്ങിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഷാനവാസ് വീണ്ടും വരുന്നുണ്ട്. ഷാനവാസ് വന്നിട്ട് നൈസായിട്ട് എന്തോ പല്ലി ചിലക്കുന്ന സൗണ്ടോ മറ്റോ കാണിക്കുന്നുണ്ടായിരുന്നു. അത് ഇവർക്ക് ഇറിറ്റേറ്റഡ് ആവുന്നു. ഇറിറ്റേറ്റ് ആയതിനു ശേഷം നല്ല രീതിയിൽ അക്ബർ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഷാനവാസിനെ ഇന്നലെ നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ ഷാനവാസിന് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഷാനവാസ് സത്യത്തിൽ ഒരു കിളി പറന്നു പോയിട്ട് ഇരിക്കുവാണ് സംഭവം കേട്ടോ. പുള്ളി തൊടുന്നതും പഴയ്ക്കുന്നതും എല്ലാം തെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല, പുള്ളി ഇത് റിക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ലാലേട്ടൻ തീർച്ചയായിട്ടും വരുമ്പോഴത്തേക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു പക്ഷേ ഇത്തവണ ബിഗ് ബോസിൽ ഈ 3 എപ്പിസോഡായി, അല്ലെങ്കിൽ 4ാമത്തെ ദിവസം നമ്മൾ കണ്ടു. ഈ 4 ദിവസം കണ്ടതിൽ ഒരു വിന്നിങ് ക്വാളിറ്റിയോ ഒരു പൊട്ടൻഷ്യലോ ഒക്കെ ഉള്ള ഒരു കണ്ടസ്റ്റന്റെയും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ആളെ ഇതുവരെ സത്യത്തിൽ തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ ഷാനവാസൊക്കെ കുറച്ച് കയറി വരേണ്ട ഒരാളായിരുന്നു, നമുക്ക് എക്സ്പെക്ടേഷൻ ഉള്ള ആളാണ്. ഷാനവാസിനൊക്കെ ഒരുപാട് ഫാൻസ് ഉള്ളതാണ്, കാരണം അറിയാലോ വൺ ഓഫ് ദ ടോപ്പ് സീരിയലിലൂടെ കയറി വന്ന ഒരാളാണ്. അപ്പോൾ ആ ഷാനവാസിൽ നിന്നൊക്കെ ആൾക്കാർ കുറെ കൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. പക്ഷേ ഷാനവാസ് എല്ലാം മിസ്റ്റേക്കാണ് ചെയ്യുന്നത്. സോ പുള്ളി ഒന്ന് നേർവഴി നയിക്കണമെന്ന് ഞാൻ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു. ആരോട്? നമ്മുടെ ലാലേട്ടനോട്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷവും അക്ബറും അഭിലാഷും ഇവരെല്ലാം, അതായത് ഈ ഒരു കൂട്ടം ആൾക്കാർ, അതായത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആണുങ്ങളാണെന്ന് തോന്നുന്നു, പെണ്ണുങ്ങളല്ല, ആണുങ്ങൾ കുറെ കൂടി ഗെയിം ഓറിയന്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് എന്ത് ചെയ്യണം, ഗെയിമിൽ എന്ത് ചെയ്യണം, മറ്റേ നൈറ്റ് ടാസ്ക് നടക്കുവാണല്ലോ, വീക്ക്ലി ടാസ്ക് ആയിട്ട് 4 ദിവസത്തേക്ക് പറഞ്ഞ് നൈറ്റ് ടാസ്ക് നടന്നുകൊണ്ടെങ്കിൽ മറ്റേ ഉറങ്ങാതിരിക്കാനുള്ള ഓർമ്മയുണ്ടല്ലോ ഇന്നലെ നടന്നത്. അപ്പം അതൊക്കെ എന്ത് ടാസ്ക് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പ്രേക്ഷകർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് കൊടുക്കുകയോ പ്രേക്ഷകർക്ക് ഒരു തരത്തിലുള്ളൊരു പിടിച്ചിരുത്തി കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഒരു ടാസ്ക് ഒന്നും അല്ല. അവർക്ക് തന്നെ ബോറടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കണ്ടസ്റ്റൻസിന് അവർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ ബിഗ് ബോസ് അല്ലേ, 2ാമത്തെ ദിവസം അല്ലേ, 3ാമത്തെ ദിവസം അല്ലേ എന്നും പറഞ്ഞിട്ട് ഇവരും ഉറക്കം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടുന്നതല്ലാതെ വലിയൊരു ഇമ്പോർട്ടൻസ് ആ ടാസ്ക് പോലും സംസാരിക്കാൻ താല്പര്യമില്ല. എന്ത് ടാസ്ക്കാണ് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അതും ആദ്യത്തെ ആഴ്ചയാണ്. പ്രേക്ഷകരെയൊക്കെ പിടിച്ചിരുത്തേണ്ട ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ടാസ്ക് കൊടുക്കുന്നത് വളരെ മോശമായി പോയി. ബിഗ് ബോസേ എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല. ഓക്കെ, അപ്പോൾ ആണുങ്ങളെല്ലാം ഇതിനെപ്പറ്റി എന്ത് ചെയ്യണം, എങ്ങനെ ആരോ ഉറങ്ങാതിരിക്കണം, സിമ്പിളാണ്. ആരും ഉറങ്ങിക്കഴിഞ്ഞാലും അവർ എടുത്തുകൊണ്ട് പോയി വെക്കാൻ പറ്റത്തില്ല. അവർ ജസ്റ്റ് എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഉറക്കം എണീക്കും, അത് സ്വാഭാവികമാണ്. പിന്നെ വെറുതെ ഒരു ഇറിറ്റേറ്റഡ് ടാസ്ക് കൊടുക്കാന്നല്ലാതെ വേറെ ഒരു കാര്യമില്ല അതിനകത്ത്. ഓക്കെ, എന്തായാലും ബിഗ് ബോസിന് ആദ്യം എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിവേസ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ടാസ്ക് വരികയാണ്. അടുത്ത ടാസ്ക് പണിപ്പെട്ടി എന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു. പണിപ്പെട്ടി ടാസ്ക് എന്ന് പറയുന്നത് ഈ ടാസ്കിനോടും എനിക്ക് വലിയ യോജിപ്പില്ലായിരുന്നു. അതും ചുമ്മാ എന്താ പറയില്ലേ,
ഓക്കെ, എനിവേസ് എന്തായാലും ഞാൻ പറയാം. പണിപ്പിടി ടാസ്ക് എന്ന് പറയുന്നത് ഒരു പോഡിയം വെച്ചിട്ടുണ്ടാവും, അതിന് ചുറ്റും വൃത്താകൃതിയിൽ ഒരു വര വരച്ചിട്ടുണ്ട്, അതിന് വെളിയിലായിരിക്കണം കണ്ടസ്റ്റൻസ് നിൽക്കേണ്ടത്. ഇതിനകത്ത് കുറേ കോയിൻസ് ഉണ്ടായിരിക്കും, റെഡ് കളർ, ബ്ലാക്ക് കളർ ആൻഡ് ഗോൾഡ് കളർ. ഈ 3 തരത്തിലുള്ള കളേഴ്സ് ഉള്ള കോയിൻസ് ആയിരിക്കും ഇതിലുണ്ടായിരിക്കുന്നത്. ഇവർക്കൊരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡ് ടൈം കൊടുക്കും. ഇത് ബസർ അടിക്കുന്ന സമയത്ത് അകത്തേക്ക് ചാടുക, ഇതിൽ നിന്ന് കൈയിട്ടെടുക്കുക. ചെറിയൊരു ഗ്യാപ്പാട്ടോ, വലിയ ഗ്യാപ്പൊന്നും അല്ല. എല്ലാവരും കൂടെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും കൈയിട്ടെടുക്കാൻ നോക്കുക. കൈയിട്ടെടുത്തിട്ട് മാക്സിമം കോയിൻസ് കളക്ട് ചെയ്യുക. ഇതിൽ ഗോൾഡ് കളക്ട് ചെയ്യുന്ന ആൾക്ക് സൂപ്പർ പവർ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. അതോടൊപ്പം തന്നെ ബ്ലാക്ക് കിട്ടുന്നവർക്ക് ഒരു പണി കൊടുക്കും. 7ന്റെ പണിയാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ റെഡ് കളക്ട് ചെയ്യുന്നവർക്ക് ഇനി ഫ്യൂച്ചറിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുമാണ് ബിഗ് ബോസ് പറഞ്ഞത്. സോ ടാസ്ക് ആരംഭിച്ചു. ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കളക്ട് ചെയ്തത് അക്ബർ ആയിരുന്നു. അക്ബറിന് ഏകദേശം 5 റെഡ് പോയിന്റ്സും അതോടൊപ്പം ഒരു ഗോൾഡും അക്ബറിന് 4 റെഡ് കോയിൻസും ഒരു ഗോൾഡ് കോയിനും കിട്ടിയായിരുന്നു അക്ബറിനെ. സോ ഏറ്റവും കൂടുതൽ ഗോൾഡ് കിട്ടിയതിന് നേരത്തെ പറഞ്ഞല്ലോ ഒരു സൂപ്പർ പവർ ഉണ്ടെന്ന്. ആ സൂപ്പർ പവർ എന്ന് പറയുന്നത് അടുത്ത ആഴ്ച നോമിനേഷൻ വരുമ്പോൾ ആ നോമിനേഷനിൽ ഒരാളെ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യാന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ബിഗ് ബോസ് കൊടുത്തത്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇനി ഒരു റൗണ്ടും കൂടെ ഇതുപോലെ കോയിനൊന്നും കിട്ടാത്തതല്ല, ക്ഷമിക്കണം, ഒരു റൗണ്ടും കൂടി ഇവർക്ക് കിട്ടും. ഈ റൗണ്ട് കിട്ടുമ്പോഴത്തേക്ക് അക്ബർ ഒരാളെ സെലക്ട് ചെയ്യണം, ആ ആള് ഇതിൽ നിന്ന് ഗോൾഡ് കോയിൻ എടുക്കണം. അതാണ് ടാസ്ക്. അപ്പം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അക്ബറിന് ഈ നോമിനേഷൻ ഡയറക്റ്റ്ലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇല്ലെങ്കിൽ കിട്ടത്തില്ല, ഇല്ലെങ്കിൽ പണി കിട്ടും. പണി എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്നവർ അത് ആരാണോ അക്ബർ ക്ഷമിക്കണം, നമ്മുടെ പേര് പോയി അക്ബർ തന്നെ തെറ്റിപ്പോയി, ക്ഷമിക്കണം. സോ അക്ബർ ഒരാളെ സെലക്ട് ചെയ്യുന്ന ആരാണോ അവരിൽ നിന്ന് മിസ്സായി പോവുകയോ അല്ലെങ്കിൽ ഗോൾഡ് എടുക്കാൻ പറ്റാതെ പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇവരിൽ രണ്ടിൽ നിന്ന് ഒരാളെ നോമിനേറ്റ് ചെയ്യേണ്ടി വരും. ഇതായിരുന്നു ടാസ്ക്. സോ അതിൽ നിന്ന് അക്ബർ ഓബിയസ്ലി ആര്യനാണ് സെലക്ട് ചെയ്തത്. കാരണം എല്ലാവർക്കും ആര്യനോട് ഒരു പ്രത്യേക സോഫ്റ്റ് കോർണർ ഉണ്ട്, ഇവൻ നമുക്കും ഉള്ളൊരു സോഫ്റ്റ് കോർണർ. അതുകൊണ്ട് ആര്യൻ എടുക്കാൻ പറ്റി. പക്ഷെ ആര്യൻ എടുത്തായിരുന്നു കേട്ടോ, ഗോൾഡ് കോയിൻ എടുത്തായിരുന്നു. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ്റെ കയ്യിൽ ഇത് തറപ്പോയി. അപ്പോഴത്തേക്ക് ഷാനവാസ് പെട്ടെന്ന് എടുക്കുകയും ചെയ്തു. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഷാനവാസിൻ്റെ കയ്യിലാണ്, ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവരുടെ കയ്യിൽ തന്നെ ആയിരിക്കും. അങ്ങനെ ആര്യനും നമ്മുടെ അക്ബറിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചതിന് ശേഷം ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾ രണ്ടിലും ചർച്ച ചെയ്തിട്ട് ഒരാളെ തീരുമാനിക്കും ആരാണ് അടുത്ത ആഴ്ചത്തെ നോമിനേഷനിലേക്ക് ഡയറക്റ്റ് പോകേണ്ടത്. ഇവർ രണ്ടിലും ഒരാൾ നോമിനേറ്റഡ് ആവും. അങ്ങനെ ആര്യനും അക്ബറും നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. അത് നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയിട്ട് തോന്നി. കാരണം രണ്ടുപേരും വിട്ടുകൊടുക്കാനൊന്നും തയ്യാറായിരുന്നില്ല. അവസാനം ബിഗ് ബോസ് പറഞ്ഞു ഇത് ചർച്ച ചെയ്ത് തീരുമാനമാകാതെ നിങ്ങൾക്ക് ഇവിടുന്ന് വെളിയിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഫൈനലി അക്ബർ തന്നെ സാക്രിഫൈസ് ചെയ്തത്, അക്ബർ നോമിനേറ്റഡ് ആവാമെന്ന് പറഞ്ഞത്. അതും കഴിഞ്ഞു. ഇതൊക്കെ എന്താ ഒരു ഇതായിട്ട് തോന്നുന്നില്ല. അത് ഫസ്റ്റ് വീക്കിൽ ഇങ്ങനെയൊക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളി ആയിരിക്കുമായിരുന്നു. എന്തായാലും പോട്ടെ. സോ പിന്നെ ബ്ലാക്ക് കിട്ടിയവർക്കുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലാക്ക് കിട്ടുന്ന പണി എന്ന് പറഞ്ഞാൽ 3 പേരായിരിക്കണം സെലക്ട് ചെയ്തേക്കുന്നത്. 3 പേരിൽ ഒരാളെ കണ്ണ് കെട്ടിക്കൊണ്ടുപോവുകയും ഒരാളെ പിടിച്ചിട്ട് ഒരു നമ്മുടെ മണ്ണൊക്കെ കോരുന്ന ഇതുണ്ടല്ലോ, ഉന്തിക്കുള്ളിൽ നടക്കുന്ന വണ്ടി ഉണ്ടല്ലോ, അതിനകത്ത് ഒരാളെ പിടിച്ചിരുത്തണം ആൻഡ് ഒരാൾ മൂടി കെട്ടണം. ഇതാണ് 3 പേരും കൂടെ ചെയ്യേണ്ട പരിപാടി. അപ്പം അഭിലാഷ് വന്നിട്ട് ഈ വണ്ടിയിലിരിക്കുകയും അതോടൊപ്പം തന്നെ അഭിലാഷിനും അനീഷിനും നമുക്ക് റന ഫാത്തിമയ്ക്കുമായിരുന്നു ഇതിൻ്റെ ഈ ബ്ലാക്ക് കോയിൻസ് ഉണ്ടായിരുന്നത്. സോ ഇവരാണ് ഈ ടാസ്ക് ചെയ്യാൻ പോകുന്നത്. ഒരാൾ വണ്ടിയിൽ പിടിക്കുന്നു, ഇവർ രണ്ടുപേരും കൂടെ ഈ വണ്ടി ഉന്തിക്കൊണ്ട് നടക്കണം. ഒരാളുടെ കണ്ണും കെട്ടിയിരിക്കണം, അതോടൊപ്പം തന്നെ ഒരാളുടെ വായും കെട്ടിയിരിക്കണം. ഇത് നോൺ സ്റ്റോപ്പ് ആയിട്ടായിരിക്കണം കൊണ്ടുപോകേണ്ടത്. ഇതൊക്കെ എന്നിട്ട് കുറേ നേരം അവരെ ബുദ്ധിമുട്ടിച്ചതെന്നല്ലാതെ പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ടറായിട്ട് തോന്നിയില്ല. വീണ്ടും രണ്ടാമത്തെ കോയിൻ ടാസ്ക് നടന്നപ്പോഴും ഇതേ സംഭവം തന്നെ നടന്നതാണ്. അതായത് നോമിനേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ പരിപാടി തന്നെ നടന്നത്. പക്ഷേ എനിക്കറിയത്തില്ല എന്താ പറയേണ്ടതെന്ന്. എനിവേസ് വിട്ടുകളാം. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സംഭവകിടിലമായ എപ്പിസോഡിലേക്ക് നടന്നത്. അതിനുശേഷം അനീഷും നമ്മുടെ ആര്യനും തമ്മിലൊരു ചെറിയൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ചെറിയൊരു ഫൈറ്റ്, അതായത് ആര്യൻ ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് അനീഷ് പോയി. അനീഷിന് അറിയാമല്ലോ ആസ് യൂഷ്വൽ ചൊറിച്ചിലുണ്ട്. അനീഷിൻ്റെ ഒരു ചൊറിച്ചിൽ മാത്രമാണ് ഇതിൽ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ അപ്പാണി ശരത്ത് എന്ന് പറഞ്ഞിട്ട് 2 ചാട്ടമൊക്കെ ചേർന്നതും കുറച്ചൊക്കെ ഇതാണ് ഇതിലൊരു
പിന്നെയും നമ്മളെ പിടിച്ചിരുത്തി. അല്ലാതെ കുറേ പേര് എന്തിനാണ് അതിൽ നിൽക്കുന്നതെന്ന് പോലും അറിയത്തില്ല. ഒനീൽ എന്ന് പറയുന്നത് ചുമ്മാ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്ന സരിക, അങ്ങനെ ഒരുപാട് പേര് ഒരു ആക്ടിവിറ്റീസും ഇല്ലാതെ ഒരു ആക്റ്റീവും അല്ലാതെ ഭാഗ്യത്തിന് ഇന്ന് നമ്മുടെ ശാരിക വാ തുറന്നു. അതായത് പെട്ടെന്ന് അനീഷിനെ കയറി പെട്ടെന്ന് ഇവൻ പിടിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് ഇവന്റെ പോയിന്റ്സ് പിടിച്ചു വാങ്ങാനാണ് മറ്റോ ചാടി ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവന്റെ ദേഹത്ത് ഒരു അറ്റാക്ക് കണക്ക് തോന്നി. ഓക്കെ, അപ്പം ശാരിക വന്നു അത് റോങ് ആണ്, മറിച്ചാണെന്ന് പറഞ്ഞ് നമ്മുടെ ആര്യനെതിരെ, ആര്യനാകുമ്പോഴത്തേക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് പൊട്ടിത്തെറിക്കാമല്ലോ, അതുകൊണ്ട് ആര്യനെതിരെ പൊട്ടിത്തെറിച്ചു ആര്യൻ, നമ്മുടെ ശാരിക. അങ്ങനെയാണ് ശാരികയുടെ വായൊന്ന് തുറന്നു കിട്ടുന്നത് ഞാൻ കാണുന്നത്. അതല്ലാതെ ചുമ്മാ ഫൺ എലമെന്റ് ആയിട്ടുള്ള ബിഗ് ബോസ് തന്നെ കൊടുത്ത് പ്രൊമോട്ട് ചെയ്തതല്ലാതെ പ്രത്യേകിച്ച് ഒരു പരിപാടികളും ശാരികയും ചെയ്യുന്നില്ല, ആരും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇച്ചിരിയെങ്കിലും മുൻപന്തിയിലൂടെ കുറച്ച് നിൽക്കുന്നത് നമ്മുടെ അപ്പാനി ശരത്തും നമ്മുടെ അനീഷും, പിന്നെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നെങ്കിലും അതായത് ഷാനവാസും കുറച്ചെന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യുന്നുണ്ട്, പിന്നെ അക്ബർ, അങ്ങനെയുള്ള ഒരു 3-4 പേര് മാത്രമേ ഉള്ളൂ ഇതിൽ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇതിൽ നടക്കുന്നില്ല. ഓക്കെ, ഇനി എന്തായാലും വരും ദിവസങ്ങളിൽ മറ്റു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഈ ബിഗ് ബോസിന്റെ ഈ 3 ദിവസം ഉയർന്നോ ഇല്ലേ എന്നുള്ളത് നിങ്ങളും ആലോചിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമന്റുകളായി രേഖപ്പെടുത്തുക. ഞാൻ പറയുന്ന ഒപ്പീനിയനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും കൂടി തീർച്ചയായിട്ടും അറിയണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. അപ്പം സന്ധിക്കും വരെ വണക്കം.